ആക്ഷൻ ത്രില്ലർ സിനിമാ പ്രേമികൾക്ക് ഒരു വിരുന്നായി തന്നെ മാറുന്ന ഒരു ഗംഭീര സിനിമയെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. പഴയ സിനിമയൊന്നുമല്ല കേട്ടോ, ഈ ഒരു മാസം തന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു സിനിമ റിലീസായിട്ടില്ല. അതിനുള്ള കാരണം എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിൽ ഇത് ബാൻ ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അതിനുള്ള കാരണം നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. എന്താ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ന്യൂഡിറ്റി, വയലൻസ്, സെക്ഷൽ കണ്ടന്റ് ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം ബാൻ ചെയ്തിട്ടുണ്ടാകുക. എന്തായാലും ഈ സിനിമയെ പറ്റി നമുക്ക് നോക്കാം. ഈ സിനിമ എന്ന് പറയുമ്പോൾ മങ്കിമാൻ എന്നാണ് സിനിമയുടെ പേര്. സിനിമ ഒരു ഇംഗ്ലീഷ് സിനിമയാണ്, അതുപോലെ തന്നെ ഹിന്ദി സിനിമയാണ്. അല്ലെങ്കിൽ ലാംഗ്വേജ് വൈസിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ഇംഗ്ലീഷ് ഹിന്ദി സിനിമ എന്ന് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇനി കഥയിലേക്ക് കൂടുതലായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരൊറ്റ വൺലൈൻ പറയാം. നമ്മുടെ ചിത്രത്തിലെ കഥാനായകന് കുറച്ച് പേരോട് വൈരാഗ്യം ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ ഒരു റിവെഞ്ച് മനോഭാവം ഉണ്ടാകുകയാണ്. കാരണം തൻ്റെ അമ്മയെ കൊന്നവരാണ് അവർ. അപ്പോൾ എന്തൊക്കെ പിന്നീട് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കി എടുക്കുക. പിന്നെ ഈ ഒരു സിനിമ എങ്ങനെ കാണാമെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. എങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അത്യാവശ്യം അറിയാവുന്ന പ്ലാറ്റ്ഫോംസിലൊന്നും നോക്കിയിട്ട് സിനിമ കിട്ടിയിട്ടില്ല. ഞാൻ കണ്ടത് ടെലിഗ്രാം വഴിയാണ്. എന്തായാലും ഞാൻ കണ്ട പ്രിൻറ്റ് അങ്ങോട്ട് കൊടുത്തേക്കാം. പിന്നെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉപയോഗിച്ചാണ് കണ്ടത്, അതും കൊടുത്തേക്കാം. ഇനി സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കിടിലൻ മേക്കിംഗ് ഉള്ള, ഒരു കിടിലൻ ആക്ഷൻസ് ഉള്ള, ഒരു ഗംഭീര പ്രകടനമുള്ള ഒരു സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണാൻ സാധിക്കുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫിലിം തന്നെയാണ് മങ്കിമാൻ എന്നുള്ളത്. ഇപ്പം ഈ ഒരു സിനിമയുടെ സംവിധായകനെ പറ്റി, അല്ലെങ്കിൽ ഇതിലെ നടനെ പറ്റി തന്നെയാണ് ആദ്യമേ പറയേണ്ടത്. ദേവ് പട്ടേൽ, അദ്ദേഹം തന്നെയാണ് സിനിമയുടെ കഥ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സ്ക്രീൻ പ്ലേയിലും അദ്ദേഹത്തിൻ്റെ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹമാണ് നായകനും. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വൺ മാൻ ഷോ എന്ന് തന്നെ സിനിമയെ പറയാൻ സാധിക്കും. ഇപ്പം അദ്ദേഹം ഈ ഒരു സിനിമയുടെ കഥ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ വലിയ പുതുമയുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. എക്സാക്റ്റ് നമ്മുടെ ജോൺ വിക്ക് ഒക്കെ പോലെ തരത്തിലുള്ള ഒരു കഥാപരിസരമാണ്. അതായത് നമുക്ക് കഥ മുന്നോട്ട് എങ്ങനെയാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥ തന്നെയാണ് ഇവിടെയും. അപ്പം നിങ്ങൾക്കറിയാം, ജോൺ വിക്ക് ഒക്കെ ആണെങ്കിലും നമുക്ക് അത്രത്തോളം നമുക്കൊരു എൻകറേജിങ് ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്നത് ആ എക്സിക്യൂഷൻ എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ സിറ്റുവേഷനെ ഡെവലപ്പ് ചെയ്ത വിധം, അല്ലെങ്കിൽ ആ ഒരു ജോൺ വിക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത വിധം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും കഥാപരിസരത്തിനുള്ളിൽ ഒരുപാട് മാസ്മരിക രംഗങ്ങൾ കൊണ്ടും, അതുപോലെ ദേവ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ ഗംഭീര പ്രകടനം കൊണ്ടും നമുക്കിങ്ങനെ കോരിത്തെരിച്ചിരുന്ന് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായി തന്നെ എന്തായാലും ഈ ചിത്രം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പം മേക്കിങ്ങിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി കാഴ്ചയൊക്കെയാണ് എടുത്തു പറയേണ്ടത്. ഞാൻ സമീപകാലത്തൊന്നും തന്നെ ഇത്രയും സ്റ്റണ്ണിങ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി മറ്റൊരു സിനിമയിലൂടെ കണ്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിട്ടുള്ളത് ഷാരോൺ മേയർ എന്ന് പറയുന്ന ആളാണ്. ഗംഭീര വർക്ക്, ഔട്ട്സ്റ്റാൻഡിങ് വർക്ക്. എനിക്ക് പറയാൻ തോന്നുന്നത് ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു മുതൽ തന്നെയായിരുന്നു. കാരണം അമ്മാതിരി സിനിമാറ്റോഗ്രഫി ഫ്രെയിംസ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിലുള്ളത്. അതും ആക്ഷൻ സീക്വൻസിലൊക്കെ കൊണ്ടുവെക്കുന്ന മൂവ്മെൻറ്റ്സ് ഒക്കെ കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകും ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കൂടാതെ ചിത്രത്തിൻ്റെ BGM ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളതായിരുന്നു ജഡ് കുഡ്സൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്, BGMസും കാര്യങ്ങളൊക്കെ ആകട്ടെ, അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി ആകട്ടെ, അന്യായ രീതിയിലുള്ള സീക്വൻസുകൾ എന്ന് പറയാൻ സാധിക്കും. അതായത് അത്യാവശ്യം പ്രേക്ഷകരെയും കൂടെ എനർജറ്റിക് ആക്കുന്ന രീതിയിലുള്ള ഗംഭീര ഫൈറ്റ് സീക്വൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ചിത്രത്തിൻ്റെ CGI വർക്ക് ആകട്ടെ, സ്പെഷ്യൽ എഫക്ട്സ് വർക്ക് ആകട്ടെ, ഇതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, മേക്കിംഗ് വൈസിൽ നിങ്ങളെ 100% ഈ ഒരു സിനിമ സാറ്റിസ്ഫൈ ചെയ്യിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് മേക്കിംഗ് സംഭവങ്ങൾ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണും. കൂടാതെ ദേവ് പട്ടേൽ, അദ്ദേഹത്തിൻ്റെ പ്രകടനം കൂടി പറയണം. പുള്ളി അങ്ങോട്ട് സംവിധായകനായതുകൊണ്ടാണോ അദ്ദേഹം തന്നെയാണ് ഇതൊക്കെ പ്രൊഡ്യൂസൊക്കെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം വലിയൊരു മികച്ചൊരു ആക്ടർ തന്നെയാണ്. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടെറർ പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ലീഷ എന്നുള്ളൊരു കാര്യം ആ കഥാപാത്രത്തിലില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ കഥാപാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മങ്കിമാൻ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ജോൺ വിക്കുമായിട്ടൊന്നും പെട്ടെന്ന് ഒരു താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ, അല്ലെങ്കിൽ ജോൺ വിക്ക് പോലെ ഒരു അമാനുഷികത നിറഞ്ഞ ഒരു ക്യാരക്ടറായിട്ടല്ല ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു റിയാലിറ്റിയും ആ ഒരു കഥാപാത്രത്തിൽ എഴുത്തിലൂടെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആ കഥാപാത്രത്തോട് നമുക്ക് വ്യക്തിപരമായിട്ട് കുറച്ചുകൂടി ഒരു ഇംപ്രസ് ഒക്കെ തോന്നും. ഓക്കെ, അത് ജോൺ വിക്ക് മോശമാണെന്നുള്ളതല്ല, കാരണം നമുക്ക് അതുപോലെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എക്സാക്റ്റ് ജോൺ വിക്ക് കോപ്പി എന്നല്ല നമ്മൾ പറയുള്ളൂ. പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ മാറി ചിന്തിച്ച് കുറച്ചുകൂടി റിയാലിറ്റിയിലേക്കൊക്കെ തന്നെ ആ ഒരു കഥാപാത്രത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നീറ്റായിട്ട് തന്നെ പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്ക് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ കണ്ട് ആസ്വദിച്ചറിയാൻ സാധിക്കും. കൂടാതെ ഒരുപാട് ഇന്ത്യൻ താരങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്. ഒരുപാട് ഇംപ്രസീവായിട്ടുള്ള പ്രകടനങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. പിന്നെ കഥയിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, വലിയ മാരക കഥയൊന്നുമല്ല. അതിനെ സ്ക്രീൻ പ്ലേ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ എന്നുള്ള രീതിയിൽ പ്രേക്ഷകരെയൊക്കെ എങ്ങനെ എവിടെയൊക്കെ ഹുക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു അറിഞ്ഞുകൊണ്ടുള്ള എഴുത്തുണ്ടല്ലോ. അതായത് പ്രേക്ഷകർ ഇങ്ങനെ എന്നൊക്കെ കാണിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിടിച്ചിരുത്താന്നുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ അത്യാവശ്യം സ്ക്രീൻ പ്ലേയിലൂടെ നല്ല രീതിയിൽ വർക്കൗട്ട് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ളത്, മേക്കിംഗ് വൈസിലും
പ്രകടനത്തിലും സിനിമ ഒരു ടോപ്പ് നോച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ഈ ഒരു സിനിമ കാണുക. നിങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു സിനിമ തന്നെയാണ്. കണ്ട് തീർത്ത് കഴിയുമ്പോൾ എന്തൊട്ട് പടപാടാ എന്ന് ചോദിച്ചാൽ ആരും വരികയില്ല. അത്തരത്തിലുള്ള ഒരു കിടിലൻ സിനിമയാണ്. കുറഞ്ഞത് ഒരു 7.5 ഔട്ട് ഓഫ് 10 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പിന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഈ ഒരു സിനിമയ്ക്കുള്ളിൽ സെക്ഷൽ കണ്ടന്റ് ഉണ്ട്, വയലൻസ് ഉണ്ട്, ചോര തെറിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഫാമിലി ആയിട്ടൊന്നും കാണണ്ട, തനിച്ചൊക്കെ ഇരുന്ന് മെച്ചുവേർഡ് ആയിട്ടുള്ളവർ ഇരുന്ന് കാണുക. എന്തായാലും ആക്ഷൻ ത്രില്ലർ സിനിമാ പ്രേമികൾക്കും റിവഞ്ച് ത്രില്ലർ സിനിമാ പ്രേമികൾക്കും അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവച്ചേക്കാം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്. ടാറ്റ.